മാസം പരീക്ഷാകാലം. പഠിക്കുന്ന കുട്ടികളുള്ള ഭവനങ്ങളിൽ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻസൈറ്റി, വറി, സ്ട്രെസ് ഉണ്ടാകുക എന്നുള്ളത് നോർമലാണ്. ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിന്റെ അളവ് വളരെ കൂടുതലാണ്. എല്ലാ സ്ട്രെസ്സും മോശമാണോ? അല്ല. സ്ട്രെസ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾക്ക് പഠനത്തോടുള്ള താല്പര്യം, പഠിക്കുവാനുള്ള ഫോക്കസ്, കോൺസെൻട്രേഷൻ, മെമ്മറി ഒക്കെ ലഭിക്കുന്നത്. എന്നാൽ ഈ സ്ട്രെസ്സിന്റെ അളവ് കൂടുമ്പോൾ അത് നെഗറ്റീവ് സ്ട്രെസ്സായി മാറുന്നു. അങ്ങനെ ഒരു അനുഭവത്തിൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠനത്തോടുള്ള വിരക്തിയും പഠിക്കുന്നത് ഓർമ്മ നിൽക്കുവാൻ സാധിക്കാതെ പോകുന്ന അനുഭവങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ടത്? 1. Empty your mind from any negative garbage. ഈ കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരോടോ കൂട്ടുകാരോടോ എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ അത് മാറ്റുവാനായിട്ട് സാധ്യമാകുന്നില്ല എങ്കിൽ ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുവാനായിട്ട് ഇടയാകണം. 2. സെറ്റ് എ റിയലിസ്റ്റിക് ഗോൾ ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷ്യം നിങ്ങളുടെ മുൻപിൽ വെക്കുക. ഓരോ വിഷയത്തിലും ഇത്ര മാർക്ക് എനിക്ക് ലഭിക്കണം എന്നുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. അങ്ങനെ ഒരു ലക്ഷ്യം വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് അധ്വാനിക്കുവാനുള്ള ഒരു പ്രേരണ ലഭിക്കുന്നത്. കമ്മിറ്റ് യുവർ സെൽഫ് ടു ദാറ്റ് ഗോൾ. 3. പ്ലാൻ ഓർ സ്കെഡ്യൂൾ എ ടൈം ടേബിൾ. കലണ്ടറിൽ നോക്കി ഇനിയും ഇത്ര ദിവസം പരീക്ഷയ്ക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ ആ ദിവസങ്ങൾ ഭംഗിയാവണ്ണം ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ രാവിലെയും വൈകിട്ടും നല്ലൊരു സമയം പഠിക്കുവാനായിട്ട് മാറ്റിവെക്കുക. ഉച്ച സമയങ്ങളിലൊക്കെ എഴുതി പഠിക്കുന്ന വിഷയങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. പഠിക്കുമ്പോൾ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്, ഈസി സബ്ജക്റ്റ്, ദെൻ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ലഭിക്കുന്നത്. ആ കോൺഫിഡൻസിൽ കൂടെ കൂടുതൽ പഠിക്കുവാനായിട്ടുള്ള താല്പര്യവും നിങ്ങൾക്ക് ലഭിക്കും. 45 മിനിറ്റിനധികം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് 45 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കുക. ബട്ട് റിമെമ്പർ ദാറ്റ് ദ ബ്രേക്ക് ഷുഡ് നോട്ട് ബി ഓഫ് എൻ എക്സ്റ്റെൻഡഡ് ടൈം. എപ്പോൾ പഠിക്കുവാനായിട്ടിരിക്കുമ്പോഴും പ്രാർത്ഥിച്ച് മാത്രമേ നിങ്ങളുടെ പഠിത്തം ആരംഭിക്കാവൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് ലഭിക്കുന്നത് ദൈവം എന്നോട് കൂടെയുണ്ട്. 4. പരീക്ഷാ കാലങ്ങളിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ സൂക്ഷിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, നല്ലവണ്ണം വെള്ളം കുടിക്കുക, നല്ല ഉറക്കം ലഭിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ശൈലിയായിരിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ഡിസ്ട്രാക്ഷൻസ് മാറ്റിവെക്കുവാനായിട്ട് ശ്രമിക്കുക. ഗാഡ്ജറ്റ്സോ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കണം. മാതാപിതാക്കൾ അതിനെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് അവരോടുള്ള ദേഷ്യം, ഫ്രസ്ട്രേഷൻ, എജിറ്റേഷൻ ഉണ്ടാകുമ്പോൾ പഠനത്തോടുള്ള നമ്മുടെ താല്പര്യം മാറിപ്പോകും. പരീക്ഷാ ദിവസങ്ങളിലൊക്കെ മിനിമം 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങുവാനായിട്ട് സാധിക്കണം. കാരണം നല്ല ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം എക്സാം ഹാളിൽ ബ്ലാങ്ക് ഔട്ട് ആകാൻ സാധ്യതയുണ്ട്. പരീക്ഷയ്ക്ക് പോകുന്ന തലേ രാത്രി തന്നെ നിങ്ങളുടെ എക്സാം മെറ്റീരിയൽസ് എല്ലാം നന്നായിട്ട് ഒരുക്കി വെക്കുക. പരീക്ഷാ ഹാളിൽ സമയത്തിന് മുൻപേ എത്തുക. പ്രാക്ടീസ് ചെയ്ത വിഷയങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിൽ ആവർത്തിച്ച് അയവിട്ടിറക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അനുഗ്രഹവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും പരീക്ഷയെ നേരിടുക. ഒരു പരീക്ഷയും അവസാനമല്ല എന്നുള്ളത് തിരിച്ചറിയുക. യു ക്യാൻ ഡു യുവർ ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.